ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ബിയോണ്ട് ഫിയർ അതൊന്ന് വിശദമായിട്ട് നോക്കാൻ പോവാണ്. പേജ് നമ്പർ 7 തൊട്ട് 34 വരെയുണ്ട്. റെഡിയല്ലേ എല്ലാവരും? നമുക്ക് തുടങ്ങാം. നമസ്കാരം. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ധൈര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പേടിയെ എങ്ങനെയൊക്കെ മാറ്റാം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്നൊക്കെ. ഇതിനുവേണ്ടി നമുക്ക് കുറച്ച് കഥകളുണ്ട്, ഒരു കവിതയുണ്ട്, പിന്നെ കുറച്ച് പുതിയ വാക്കുകൾ, ഗ്രാമർ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ്. ശരിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നവരാണ് യഥാർത്ഥ ഹീറോസ് എന്ന്. അതെ തന്നെ. പുസ്തകത്തിൽ തന്നെ തുടക്കത്തിൽ പേജ് 8-ൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി, മദർ തെരേസ, പട്ടാളക്കാർ, കർഷകർ, ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഹീറോസ് എന്ന് വിളിക്കുന്നത്? കാരണം അവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പലപ്പോഴും സ്വന്തം സുഖം നോക്കാതെ ധൈര്യത്തോടെ പല കാര്യങ്ങളും ചെയ്യുന്നവർ. അതാണ് അവരെ ഹീറോസ് ആക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് കടന്നാലോ. പേജ് 9-ലുള്ള ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്, ദിൽന എന്നൊരു 8 വയസ്സുകാരിയുടെ കഥ. ദിൽനയുടെ കഥ. അവളും അനിയൻ ഐസക്കും കൂടി കളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അമ്മ തളർന്നു വീഴുകയാണ് അല്ലേ? ശരിക്കും പേടിച്ചു കാണും ആ കുട്ടി. ഉറപ്പായും പേടിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ പേടിയിലും അവള് സമയോചിതമായിട്ട് പ്രവർത്തിച്ചു. മുത്തശ്ശി പറഞ്ഞുകൊടുത്ത എമർജൻസി നമ്പർ 101 അത് ഓർത്തെടുത്ത് വിളിച്ചു. അതെ, അതൊരു വലിയ കാര്യമാണ്. ആ ചെറിയ പ്രായത്തിൽ എത്രയും ധൈര്യം കാണിച്ചു. ആ ഫോൺ കോള് കാരണം ഫയർമാൻ കറക്റ്റ് സമയത്ത് വന്നു, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ അമ്മ രക്ഷപ്പെട്ടു. ശരിയാണ്. പിന്നീട് ദിൽനയ്ക്കൊരു അവാർഡും കിട്ടുന്നുണ്ട് അവളുടെ ധീരതയ്ക്ക്. ഇവിടെയാണ് അറിവൊരു ശക്തിയാവുന്നത്. ആ നമ്പർ ഓർത്തുവെച്ചത് എത്ര നന്നായി. പുതിയ വാക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എമർജൻസി, ബ്രേവറി, കൺസോൾ, അപ്രോച്ച്, പിന്നെ ഗ്രാബ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? തീർച്ചയായും. എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ, ബ്രേവറി ധീരത, കൺസോൾ ആശ്വസിപ്പിക്കുക, അപ്രോച്ച് സമീപിക്കുക, ഗ്രാബ് പിടിച്ചെടുക്കുക. ഇതൊക്കെ കഥ വായിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനോടനുബന്ധിച്ച്. ഉണ്ട്. ആക്ടിവിറ്റി 1-ല് ദിൽനയുടെ ഒരു ഡയറി എൻട്രി എഴുതാനുണ്ട്. പിന്നെ ആക്ടിവിറ്റി 2-ല് ശരിയോ തെറ്റോ കണ്ടുപിടിക്കണം. ആക്ടിവിറ്റി 3-ലാണെങ്കിൽ അവാർഡ് ദാന ചടങ്ങിന് ഒരു നോട്ടീസ് തയ്യാറാക്കണം. പിന്നെ ദിൽനയും ഫയർ ഓഫീസറും തമ്മിലുള്ള ഒരു സംഭാഷണം, അത് പൂർത്തിയാക്കാനുണ്ട് ആക്ടിവിറ്റി 4. പലതരം എമർജൻസി സാഹചര്യങ്ങൾ തിരിച്ചറിയാനുള്ളൊരു ആക്ടിവിറ്റി 5 ഉണ്ട്. അതുപോലെ കഥയിലെ സംഭവങ്ങൾ അത് ഓർഡറിലാക്കാനും ആക്ടിവിറ്റി 8 ഉണ്ട്. ഇതൊക്കെ ചെയ്തു നോക്കും നല്ലതായിട്ടോ. അതെ. ഇനി നമുക്ക് കുറച്ച് ഗ്രാമർ നോക്കിയാലോ. പേജ് 22, 23-ല് നെയിമിംഗ് വേർഡ്സും ആക്ഷൻ വേർഡ്സും പറയുന്നുണ്ട്. എന്താണ് ഈ നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? നെയിമിംഗ് വേർഡ്സ് അത് പേരുകളാണ്. വളരെ സിമ്പിളാണ്. ആളുകളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, സാധനങ്ങളുടെ, മൃഗങ്ങളുടെ, അങ്ങനെ എന്തിൻ്റെയെങ്കിലും പേരിനെയാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോ ദിൽന, ഐസക്, വീട്, ഹൗസ്, ബാക്ക്യാർഡ്, ഫയർമാൻ, ഇതൊക്കെ നെയിമിംഗ് വേർഡ്സ് ആണ്. ഓക്കെ. അപ്പോൾ ആക്ഷൻ വേർഡ്സോ? അത് ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലേ? അതെ, വാക്കിൽ തന്നെയുണ്ട് ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. പ്ലേയിങ്, റാൻ, ഗ്രാബ്ഡ്, ഷൗട്ടഡ്, കോൾഡ്, റഷ്ഡ്, സ്മൈൽഡ്, താങ്ക്ഡ്, ഇതൊക്കെ ആക്ഷനാണ്. ദിൽനയുടെ കഥയിൽ തന്നെ ഒരുപാട് ആക്ഷൻ വേർഡ്സ് ഉണ്ട്. ശരിയാണ്. പേജ് 23-ല് കുറച്ച് ചിത്രങ്ങളുണ്ട്. ഓടുന്നതും വായിക്കുന്നതും മരം കയറുന്നതുമൊക്കെ. അതിലെ ആക്ഷൻ വേർഡ്സ് എഴുതി ചേർക്കാനുള്ള ഒരു ആക്ടിവിറ്റിയുണ്ട്. അത് മറക്കണ്ട. അടുത്തത് പേജ് 25-ല് ഒരു കവിതയാണ്, എവറിഡേ ഹീറോസ്. നല്ലൊരു കവിതയാണത്. യൂണിഫോം ഇട്ടവർ മാത്രമല്ല ഹീറോസ് എന്നാണ് ആ കവിത പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാർ, അവരും ഹീറോസാണ്. ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന നായ്ക്കൾ പോലും ഹീറോസാകാം. നമ്മളെ സഹായിക്കാൻ, നമ്മുടെ പേടി മാറ്റാൻ അവരൊക്കെ എപ്പോഴും ഉണ്ടാവും. ആ കവിതയില് റൈമിംഗ് വേർഡ്സ് കണ്ടെത്താൻ പറയുന്നുണ്ട്. ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകൾ. ഓൾ കോൾ, സെർവ് ഡിസേർവ്, നിയർ ഫിയർ, അങ്ങനെയുള്ളവ. പേജ് 26. അതെ, കവിതയ്ക്കൊരു ഭംഗി കൊടുക്കുന്നത് അത്തരം വാക്കുകളാണ്. ഇനി അടുത്ത കഥ, പേജ് 27-ലുള്ള കിച്ചു എന്ന മുയലിന്റെ കഥ, ദ ട്രിക്ക് ഓഫ് കിച്ചു. അതൊരു രസമുള്ള കഥയാണ്. കുങ്കൻ എന്നൊരു ചെന്നായ വരുന്നുണ്ട് എല്ലാവരെയും പേടിപ്പിക്കാൻ. അപ്പൊ കിച്ചു, കച്ചവടക്കാരനായ കിച്ചു, കയ്യിലുള്ളൊരു ചെറിയ കണ്ണാടി വെച്ചൊരു സൂത്രം കാണിക്കുന്നു. അതെ, ആ കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ടിട്ട് കുങ്കൻ പേടിച്ചോടുന്നു. ശരിക്കും ശക്തിയല്ല, ബുദ്ധിയാണ് അവിടെ ജയിച്ചത് അല്ലേ? വളരെ ശരിയാണ്.
ബുദ്ധിയുണ്ടെങ്കിൽ ആരെയും നേരിടാമെന്നൊരു സന്ദേശം അതിലുണ്ട്. ചിലപ്പോൾ ബുദ്ധിയായിരിക്കാം ഏറ്റവും വലിയ ഹീറോ. ഇനി അവസാന ഭാഗത്തേക്ക് വരികയാണ്. പേജ് 32-ൽ പ്രിയ എന്ന കുട്ടിയുടെ സ്കൂളിലെ ആദ്യ ദിവസത്തെക്കുറിച്ച് ഒരു പിക്ചർ സ്റ്റോറിയുണ്ട്. പുതിയ കൂട്ടുകാരുമായി എങ്ങനെ ഒത്തുചേർന്നു പോകാം, എല്ലാവരെയും ഒരുമിച്ച് നിർത്തേണ്ടതിന്റെ പ്രാധാന്യം, അതാണ് ആ ചിത്രകഥയിലൂടെ പറയുന്നത്. അതോടൊപ്പം പേജ് 34-ൽ ഒരു വേർഡ് ഗ്രിഡുണ്ട്. ഒരു കളി പോലെയാണ്. അതെ, അതിൽ നിന്ന് ഹീറോ, ഫിയർ, റെസ്പെക്റ്റ്, ഗ്ലോറി അങ്ങനെയുള്ള വാക്കുകൾ കണ്ടുപിടിക്കണം. രസകരമായ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോ നമ്മൾ ഈ യൂണിറ്റിലൂടെ ധൈര്യം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, ബുദ്ധി ഉപയോഗിച്ച് പ്രശ്നങ്ങളെ നേരിടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. ഇതെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ, ശരിക്കും ധൈര്യവും സ്നേഹവും മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഹീറോ ആകാൻ പറ്റും. അതാണ് കാര്യം. തീർച്ചയായും. നിങ്ങൾ ഈ പാഠങ്ങളൊക്കെ ഒന്നുകൂടി വായിക്കണം, ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചെയ്തു നോക്കണം, എന്നിട്ട് ചുറ്റുമൊന്ന് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ എവ്രിഡേ ഹീറോസ് അതാരാണ്? ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ടീച്ചറോ കൂട്ടുകാരോ ആകാം. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്നൊരു ചെറിയ സഹായം നിങ്ങളെ തന്നെ ഒരു ഹീറോ ആക്കിയേക്കാം. അപ്പോ നമുക്ക് അടുത്ത തവണ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.